അമേരിക്കയിലെ കാര്യക്ഷമതാ വകുപ്പിൻ്റെ തലവനായിട്ടാണ് ഇലോൺ മസ്ക് ചുമതലയേറ്റെടുത്തത്. ഡൊണാൾഡ് ട്രംപ് അന്ന് പറഞ്ഞത് ഒരു നക്ഷത്രം ജനിക്കുന്നു എന്നാണ്. അപ്പം അമേരിക്കയെ മൊത്തം ഉടച്ചു വാർക്കാനായിട്ട് ട്രംപ് ശ്രമിക്കുന്നു. ഒരു വലം കൈ എന്ന നിലയിൽ മസ്ക് നിലനിൽക്കുന്നു. അപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനം 130 ദിവസമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അത് മെയ് അവസാനത്തോടെ അവസാനിക്കുകയാണ്. എന്തായാലും ട്രംപിനെ വിമർശിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ മസ്ക് പടിയിറങ്ങുന്നതെന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. ഒപ്പം ട്രംപ് പറയുന്നു, ഇപ്പോൾ തൽക്കാലമായിട്ട് മസ്ക് പോകുന്നതേ ഉള്ളൂ, എല്ലായ്പ്പോഴും നമ്മളോടൊപ്പം, ഭരണകൂടത്തോടൊപ്പം, അമേരിക്കയ്ക്കൊപ്പം മസ്ക് ഉണ്ടാകുമെന്ന്. ശരിക്കും അഭിപ്രായ ഭിന്നത തന്നെയാണോ പ്രശ്നം? അഭിപ്രായ ഭിന്നത പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ മുൻപ് സൂചിപ്പിച്ചിരുന്നത് പോലെ അദ്ദേഹം പടിയിറങ്ങുന്നു എന്ന് മാത്രമേ ഇതിനെ കണക്കാക്കിയാൽ മതി. കാരണം ഒന്ന്, ഈ രാഷ്ട്രീയത്തെ തന്നെ ഒരുതരം ബിസിനസ്സാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ട്രംപും അതുപോലെ തന്നെ ഇലോൺ മസ്കും കൂടി അവിടെ ആരംഭിച്ചത്. കാരണം രാഷ്ട്രീയവും നമ്മൾ മറ്റേത് രാഷ്ട്രത്തിൻ്റെ കാര്യവും പരിശോധിച്ചാൽ രാഷ്ട്രീയവും ബിസിനസ്സും രണ്ടാണ്. ട്രംപ് വന്നതിന് ശേഷം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയവും ബിസിനസ്സും ഒന്നാണ്, അല്ലെങ്കിൽ ബിസിനസ്സാണ് രാഷ്ട്രീയം. അത് വളരെ രസകരമായിട്ടുള്ളൊരു മാറ്റമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ട്രംപ് ചെയ്ത ഒരു കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഇലോൺ മസ്കിനെ കാര്യക്ഷമതാ വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ടാക്കി. ഡോഡ്ജ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ നേതൃസ്ഥാനത്തിരുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ എന്താണ് മസ്കിന് സംഭവിച്ചത്? മസ്കിന് വലിയ നഷ്ടം സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ടെസ്ല കാറുകളുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിൽപ്പന എന്ന് പറയുന്നത് 13% കണ്ട് ഇടിഞ്ഞു എന്നാണ് ആദ്യ പകുതിയിൽ. അത് വലിയ പ്രശ്നമാണല്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇയാൾ അതിൻ്റെ CEO ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ വളർച്ചയും വികാസവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക്. അപ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രംപിനൊപ്പം ചേർന്ന് അമേരിക്കയുടെ ഭരണപ്രക്രിയകളിൽ ഏർപ്പെടുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞ ഘട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും പ്രശ്നമാണ്. അവർ തമ്മിൽ ശരിക്കും സ്പർദ്ധ വന്നിരിക്കുന്നു. പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് അത് വർണ്ണമനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് എന്നാണ് ട്രംപ് അതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ മസ്ക് പറഞ്ഞ ഇത് നിരാശാജനകമാണ് എന്നാണ് പറഞ്ഞത്. ഇതാണ് ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ രണ്ട് അഭിപ്രായം രൂപപ്പെട്ടിരിക്കുന്നു. എന്താണ് ട്രംപ് പറയുന്നത്, അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം മസ്ക് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂർധന്യാവസ്ഥയിലെത്തിയ സമയത്താണ് മസ്ക് എന്ത് ചെയ്യുന്നത്, പടിയിറങ്ങുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അഭിപ്രായ വ്യത്യാസം തന്നെയല്ലേ അതിൻ്റെ കാരണം എന്ന് വെച്ചാലാണ്. അത് മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഇലോൺ മസ്കിൻ്റെ ബിസിനസ്സിന് വലിയ തരത്തിൽ ഇടിച്ചിലുണ്ടായിട്ടുണ്ട്. അതിനെ വീണ്ടും ബാലൻസ് ചെയ്ത് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിൽപ്പന എന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിനേക്കാൾ നല്ല വിൽപ്പനയാണ്. കാരണം സെയിൽസിലാണ് നല്ല ഇടിവുണ്ടായത്. ആ സെയിൽസ് പതുക്കെ ഉയർത്തി പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇലോൺ മസ്ക് എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയത്തിൽ അമിതമായി ഇടപെട്ടുന്നത് അവിടുത്തെ ജീവനക്കാർക്ക് പോലും ഇഷ്ടമല്ല. അപ്പോൾ ഫെഡറൽ ജീവനക്കാർ 1000-ഓളം പേരാണ് പിരിച്ചുവിട്ടത്. ഒരുപാട് ഈ ചെറിയ ചെറിയ പ്രോജക്റ്റുകളുണ്ട്. ഇതെല്ലാം തന്നെ അങ്ങ് നിർത്തിവെക്കാനായിട്ട് മസ്ക് തീരുമാനിക്കുന്നു. അതിനുശേഷം പല പദ്ധതികൾക്കും നൽകുന്ന ഫണ്ട് വെട്ടിക്കുറച്ചു. അങ്ങനെ മൊത്തത്തിൽ അനാവശ്യമായ ഇടപെടൽ മസ്ക് പലയിടത്തും നടത്തിയിട്ടുണ്ട്. അങ്ങനെ അയാൾ ഒരു വെറുക്കപ്പെട്ടവരായിട്ട് മാറി. മാത്രമല്ല ട്രംപ് പറയേണ്ട പല കാര്യങ്ങളും മസ്ക് പറയുന്ന രീതിയിലേക്ക് എത്തി. അപ്പോൾ ലോകരാജ്യങ്ങൾക്ക് പോലും ഈ മസ്ക് എന്ന് പറയുന്ന ഒരു അനഭിമതനായി മാറി. കാരണം ട്രംപ് പറയുന്ന പോലെ, കാരണം മസ്ക് പറഞ്ഞാൽ ട്രംപ് പറയും ശരിയാ, അതുപോലെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ഒരു സർക്കാർ ജീവനക്കാരനെ പോലെ കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ സാർ പറഞ്ഞതുപോലെ ഇയാളുടെ ബിസിനസ് തകർന്നു. കാരണം ടെസ്ല കാർ എന്ന് പറയുന്നതിൻ്റെ ബിസിനസ് ആഗോളതലത്തിൽ പല രാജ്യങ്ങളും തള്ളിക്കളയുകയും ആ വിൽപ്പന വളരെയധികം താഴുകയും ചെയ്തു. ഈ ഒരു ഒറ്റ അവസരം മുതലെടുത്ത് ചൈനയിലെ BYD എന്ന് പറയുന്ന കാറ് കുതിച്ചുയരുകയും ചെയ്തു. അപ്പോൾ മസ്കിന് മനസ്സിലായി തൻ്റെ ബിസിനസ് അല്ല, രാഷ്ട്രീയമാണ് തന്നെ തകർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ബിസിനസ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇതുവരെ ട്രംപിന് നൽകിയ വാഗ്ദാനം അനുസരിച്ച് ഞാൻ 130 ദിവസം സേവനം നടത്തി. അപ്പോൾ 130 ദിവസത്തെ സേവനം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷേ ട്രംപിൻ്റെ നിലപാട് എന്ന് പറയുന്നത് അങ്ങനെയല്ല. മാത്രമല്ല ട്രംപിൻ്റെ ബജറ്റിനെ ഈ അടുത്ത സമയത്ത് ഒന്ന് വിമർശിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ വിമർശിച്ചാൽ, തന്നെ എതിർത്താൽ അവർക്ക് കൂടെ നിൽക്കാനുള്ള അവസരം, ആ ഒരു സൗഭാഗ്യം ഒന്നും നൽകില്ല എന്നുള്ള ട്രംപിൻ്റെ നിലപാടാണ്. പക്ഷേ ട്രംപിന് പിണങ്ങിപ്പോയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പറയുന്നു, ഇപ്പോൾ ഇയാൾ കാലാവധി അവസാനിച്ച് പോയെങ്കിലും മസ്ക് കൂടെയുണ്ട്, നമ്മുടെ കൂടെ എന്ന് നിൽക്കും, ഭരണകൂടത്തിനൊപ്പം നിൽക്കും എന്നൊക്കെ പറയുന്നു. അപ്പം ഈ അനാവശ്യമായ രാഷ്ട്രീയ കാര്യങ്ങളിൽ മസ്ക് ഇടപെട്ടത് ട്രംപിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്ന് പറഞ്ഞുകൂടെ? അല്ല, ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ രൂപപ്പെടുത്തുന്നതും നിലനിർത്തുന്നതും അദ്ദേഹം കാണുന്നതുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിലൂടെയും കാഴ്ചപ്പാടിലൂടെയും. ആ കാഴ്ചപ്പാടനുസരിച്ചിട്ട് ഈ മസ്കിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒരു പ്രത്യേക ഘട്ടം വരെ അദ്ദേഹത്തിൻ്റെ ഇമേജ് വളർത്തുന്നതും അദ്ദേഹത്തെ സഹായിക്കുന്നതായിട്ട് ട്രംപ് കണക്കാക്കിയിരുന്നു.
അതുകൊണ്ടാണ് യാതൊരു മടിയില്ലാതെ നിരവധി ആളുകളെ പിരിച്ചുവിടുക, അതുപോലെ തന്നെ പ്രൊജക്റ്റുകൾ തകർക്കുക, ഫണ്ട് അനുവദിക്കാതിരിക്കുക. എനിക്കൊന്ന് ഹാർവാർഡ് സർവകലാശാലയ്ക്ക് ഫണ്ട് കൊടുക്കാതിരുന്നതിൽ പോലും യഥാർത്ഥത്തിൽ ഈ മസ്കിൻ്റെ ഇത്തരത്തിലുള്ളൊരു മാനേജറിയൽ കൺസെപ്റ്റ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെന്നാണ്. അമേരിക്ക ഒരു കാരണവശാലും അങ്ങനെ മുൻകാലങ്ങളിൽ ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് തന്നെയാണ് അമേരിക്കയുടെ ഔന്നത്യവും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഹാർവാർഡ് സർവകലാശാല എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സർവകലാശാലകളിൽ ഒന്നായിട്ട് നിൽക്കുന്നതിൻ്റെയും അടിത്തറ അതായിരുന്നു. അതിനെപ്പോലും പണിത ഒരു സ്ഥിതിയാണ് ഈ രണ്ടുപേരുടെയും കൂട്ടുകെട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അതെല്ലാ മേഖലയിലും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നിരവധി പ്രൊജക്റ്റുകൾക്ക് ഫണ്ട് കൊടുക്കേണ്ട എന്ന് പറയുന്നത് ഗവൺമെൻറ് ഫണ്ട് വളരെ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു മാനേജറിയൽ പ്രോസസ്സ് മാത്രമാണ്. പക്ഷേ ഗവൺമെൻറ് മാനേജറായിട്ട് മാത്രം പ്രവർത്തിച്ചാൽ മതി, പോരല്ല. ഗവൺമെൻറ്റിന് യഥാർത്ഥത്തിൽ വെൽഫെയറിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ വളരെ കുറവാണ് അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിലെങ്കിൽ പോലും. അതുകൊണ്ട് വെൽഫെയർ സ്റ്റേറ്റുകൾക്ക് മാത്രമേ പുതിയ ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയ്ക്കകത്ത് നിലനിന്ന് പോകാനായിട്ട് കഴിയുള്ളൂ. ക്യാപിറ്റലിസത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള നെഗറ്റിവിറ്റിയും കുറച്ചുകൊണ്ട് വരുന്നത് ഈ വെൽഫെയർ മോഡുകളാണ്. അത് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാനായിട്ടാണ് മസ്ക് തീരുമാനിച്ചതെന്ന് നമുക്ക് ഈ പ്രൊജക്റ്റുകളുടെയും അതേപോലെ തന്നെ തൊഴിലാളികളെ വെട്ടിക്കുറച്ചത്, ജീവനക്കാരെ ഇല്ലാതാക്കി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ അവിടെ സംഭവിച്ച കാര്യം അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെയാണ് ഈ ട്രംപിൻ്റെ നിലപാടുകൾ ശരിയല്ല എന്നുള്ള ഇയാളുടെ പ്രഖ്യാപനം, പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ. അത് ഈ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു ബ്യൂട്ടിഫുൾ ബഡ്ജറ്റ് എന്നാണ്. പക്ഷേ ഇയാൾ പറയുന്നത് നിരാശാജനകമാണെന്ന്. അത് തന്നെ ഒരു വലിയ പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഇയാൾക്ക് മിണ്ടാതിരിക്കാം. ട്രംപ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞോട്ടെ, ഞാൻ ഒഴിഞ്ഞു പോകാനുള്ള എന്ന് അങ്ങനെയല്ല അയാൾ ചെയ്തത്. അതിന് പകരം അയാൾക്ക് തോന്നിയ ഇത് ശരിയല്ല. അതുകൊണ്ട് അയാൾ പറഞ്ഞു ഇത് നിരാശജനകമാണ് എന്ന് പറഞ്ഞാൽ ട്രംപ് ഈ ചെയ്യുന്നത് മുഴുവനും ശരിയല്ല എന്നുള്ള പ്രഖ്യാപനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ട്രംപിനെതിരെയുള്ള ഏറ്റവും വലിയ ശബ്ദം ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് വരുന്ന സമയത്ത് ട്രംപ് അന്തം വിട്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള അതുവരെ ഉണ്ടായിരുന്ന സൗഹൃദം തകരുകയും ഇനി വേണ്ട, ഇയാൾ വാക്ക് വലിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ട്രംപിനോട് പറഞ്ഞു ഇത്ര ദിവസം ഞാൻ നിങ്ങൾക്ക് സേവനം നൽകാമെന്ന് പറഞ്ഞു. അത് നൽകി കഴിഞ്ഞു, ഇനി നമുക്ക് വേണ്ട, പിരിയാം എന്ന് പറഞ്ഞ് നല്ല സുഹൃത്തുക്കളായിട്ടാണ് അവർ പിരിഞ്ഞു പോകുന്നത്. പക്ഷേ അതിൻ്റെ ഒരു അണ്ടർ കറൻസ് എന്ന് പറയുന്ന സാധനം, അടിയൊഴുക്കുകൾ, ആ അടിയൊഴുക്കുകൾ ഇവർ തമ്മിലുള്ളതായിട്ടുള്ള സൗഹൃദത്തെ പൂർണ്ണമായിട്ടും മുറിച്ച ഒന്നാണെന്നും കൂടി നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം ഈ മസ്ക് എല്ലായ്പ്പോഴും നിലപാടെടുക്കും. ഇപ്പോൾ നമുക്കറിയാം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം. ട്രംപ് പറഞ്ഞത് ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ യുദ്ധം അവസാനിപ്പിക്കും. അതുപോലെ ഇസ്രായേലും പലസ്തീനുമായിട്ടുള്ള യുദ്ധം. ഈ കാര്യങ്ങളിലൊക്കെ മസ്ക് പിന്നീട് പരസ്യമായ അഭിപ്രായം പറയാൻ തുടങ്ങി, ഞങ്ങളിത് തീർക്കുമെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ എന്ന രീതിയിൽ മസ്ക് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ നിലപാടെടുത്തു. പിന്നീട് പല കാര്യങ്ങളിലും ഇടപെടുന്ന കണ്ടപ്പോൾ നമ്മൾ ചിന്തിച്ചു ട്രംപിൻ്റെ പകരക്കാരൻ ഒരുപക്ഷെ ഇനി മസ്ക് ആകും. അതായത് ഇയാൾ ഒരു വലിയ ബിസിനസ്സുകാരനാണ്, ട്രംപ് ഒരിക്കൽ ബിസിനസ്സുകാരനായിരുന്നു. അങ്ങനെയാണ് പിന്നീട് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് വന്നത്. 2 ഊഴം അയാൾക്ക് ലഭിച്ചു. അപ്പോൾ മസ്ക് ഇനി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് വരുന്നു. ട്രംപ് പതുക്കെ അയാളെ വളർത്തിക്കൊണ്ട് വരുന്നതാണ്. പക്ഷേ ട്രംപിനെ വിമർശിച്ചതോടെ ട്രംപിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അയാളുടെ രാഷ്ട്രീയത്തിൽ മൊത്തം അയാൾ വെള്ളം ചേർത്തു. അയാളുടെയും കുടുംബത്തിൻ്റെയും ബിസിനസ്, ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് അയാളുടെ കുടുംബം നടത്തുന്ന ബിസിനസ്സാണ്. അതിൽ തന്നെ വലിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പോൾ തൻ്റെ ബിസിനസ്, തൻ്റെ നേട്ടങ്ങൾ ഇത് മാത്രമാണ്. പക്ഷേ ട്രംപ് വന്നപ്പോൾ പറഞ്ഞത് തനിക്കെല്ലാം ഇപ്പോഴും ദേശീയതയോടാണ് താല്പര്യം, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ വളർത്താനാണ് താല്പര്യം. ശരിയാണ്, മസ്കിൻ്റെ ഇടപെടലും അങ്ങനെയാണ്. രാജ്യത്തെ വളർത്താൻ വേണ്ടി ഡോഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ചെലവ് വെട്ടിച്ചുരുക്കുകയാണ്. അത് രാജ്യത്തെ സഹായിച്ചു. പക്ഷേ മുഴുവൻ ആൾക്കാരുടെയും വെറുപ്പ് സമ്പാദിച്ചു, ജീവനക്കാർ എതിർത്തു. ഈ മസ്ക് എന്ന് പറഞ്ഞത് ജോലി ചെയ്യാതിരിക്കുന്നവർ ഒന്നുകിൽ നിങ്ങൾ സ്വയം പിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പിരിച്ചുവിടുന്നതാണ്. ഈ നിലപാടൊക്കെ ഓക്കെയാണ്. പക്ഷേ എല്ലാ കാലവും ഈ ട്രംപ് അല്ലെങ്കിൽ ബൈഡൻ അല്ലെങ്കിൽ ഒബാമ ഇങ്ങനെ വരുന്ന പ്രസിഡന്റുമാർ 4 വർഷം കഴിയുമ്പോൾ പോകും. പക്ഷേ ഭരണകൂടം എന്ന് പറയുന്നത് അവിടുത്തെ ബ്യൂറോക്രാറ്റുകളായിരിക്കും. ഈ ബ്യൂറോക്രാറ്റുകൾ കൃത്യമായ സ്റ്റെപ്പ് വെച്ചപ്പോൾ അതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഈ മസ്കിന് കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രാറ്റുകൾ വേണമെങ്കിൽ ട്രംപിനെയും മസ്കിനെയും കൂടെ തെറ്റിച്ചു എന്ന് നമുക്ക് പറഞ്ഞൂടെ? അല്ലേ, എല്ലാ രാജ്യത്തിൻ്റെയും ഭരണത്തിൽ എപ്പോഴും നെടുനായകത്വം വഹിക്കുന്നത് ബ്യൂറോക്രാറ്റുകളാണ്. നമ്മൾ അമേരിക്ക വരെ പോകണ്ട, നമ്മളെ കേരളം പരിശോധിച്ചുള്ളൂ. കേരളത്തിൽ നേരത്തെ ഓരോ 5 വർഷം കഴിയുന്ന സമയത്തും ഒരു മുന്നണി മാറി മറ്റൊരു മുന്നണി അധികാരത്തിലേക്ക് വരും. പക്ഷേ അധികാര കസേരകൾ ബ്യൂറോക്രസി എവിടെയൊക്കെയാണോ പ്രതിഷ്ഠിക്കപ്പെട്ടുള്ളത് അവർക്ക് മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. അതായത് ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ബ്യൂറോക്രാറ്റ് തന്നെയാണ് വലതുപക്ഷത്തിൻ്റെ കാലത്തും പ്രവർത്തിക്കുന്നതും എല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവർക്ക് ഒരു മാറ്റമില്ല. അവർ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഉള്ള ഒരു പൊസിഷനിലേക്ക് അവർ കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ബ്യൂറോക്രസിയുടെ ആധിപത്യം എന്ന് പറയുന്നത്. ബ്യൂറോക്രസിയാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. ആ നിയന്ത്രണത്തിൻ്റെ മേൽ വലിയ ഒരു മേലാപ്പെടുത്തിടാനായിട്ട്
മസ്ക് ശ്രമിച്ച സമയത്താണ് ഈലോൺ മസ്ക് എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസത്തെ തന്നെ ഒതുക്കാനും ഇല്ലാതാക്കാനുമായിട്ട് ബ്യൂറോക്രാറ്റുകൾ അവിടെ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ അവരുടെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം ഇവരെ തമ്മിൽ പരസ്പരം തല്ലിക്കുക എന്നുള്ളത്. അത് മിക്കവാറും നടന്നു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബ്യൂറോക്രസിയാണോ വിജയിച്ചത്, അതോ ഈ ട്രംപും അതുപോലെ തന്നെ ഇലോൺ മസ്കും അടങ്ങുന്നതായിട്ടുള്ള ബിസിനസ് മാനേജ്മെൻറ്റാണോ വിജയിച്ചതെന്ന് പറഞ്ഞതിനിടയിൽ നമുക്കിപ്പോൾ അതിന് ഉത്തരം കൃത്യമായിട്ട് ലഭ്യമല്ല. എങ്കിലും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ബ്യൂറോക്രസിക്കെതിരായിട്ട് ആർക്കും കയറി കളിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ അങ്ങനെയാണ്. ബ്യൂറോക്രസിയാണ് എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രംപുമായിട്ടുള്ള ഭിന്നതയെ തുടർന്ന് ഇലോൺ മസ്ക് രാജിവെച്ചു എന്നുള്ളതാണ് വാസ്തവം. അത് 130 ദിവസം ഉള്ള തൻ്റെ സേവന കാലാവധി അവസാനിച്ചുകൊണ്ടാണെന്ന് ഇലോൺ മസ്ക് ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ട്രംപിൻ്റെ നിലപാട് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ ഈ മസ്കിനെ കുറ്റം പറയുകയോ അല്ല അതിനെ സപ്പോർട്ട് ചെയ്യുകയോ ഈ രീതിയിലുള്ള നിലപാടുകൾ എന്താണെന്ന് വരും ദിവസങ്ങൾ മാത്രമേ ട്രംപ് ഔദ്യോഗികമായി പറയുള്ളൂ. അതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.